CMRL-ന് തിരിച്ചടി. ED അന്വേഷണം നിർത്തിവെക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. CMRL കമ്പനിയും ജീവനക്കാരും നൽകിയ ഹർജിയാണ് തള്ളിയത്. രേഷ്മ ബാബു വിശദാംശങ്ങൾ നൽകും. രേഷ്മ, ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്? മറ്റു വിശദാംശങ്ങൾ പറയും. ഗൗതം, നേരത്തെ തന്നെ CMRL ജീവനക്കാരും CMRL കമ്പനിയും ED അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിൽ വിശദമായിട്ട് വാദം കേട്ട ശേഷമാണ് ഹൈക്കോടതി ഒരു ഉത്തരവിലേക്ക് എത്തിയിരിക്കുന്നത്. CMRL ജീവനക്കാരുടെയും കമ്പനിയുടെയും ആവശ്യം ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. CMRLനെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതാണ് ഹൈക്കോടതിയുടെ നടപടി. അതായത് EDയുടെ അന്വേഷണവും SFIOയുടെ അന്വേഷണവും സമാന്തരമായിട്ട് പോകുന്നത് ശരിയല്ല. രണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നിയമവിരുദ്ധമാണെന്നായിരുന്നു. അതുമാത്രമല്ല, ED ഉദ്യോഗസ്ഥർ പലതവണ തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ആരോപണവും ആക്ഷേപവും ഈ പറയുന്ന CMRL ജീവനക്കാർ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. പക്ഷേ കൃത്യമായിട്ട് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. വീണ വിജയന്റെ എക്സലോജി കമ്പനിക്ക് CMRL കമ്പനി നൽകിയ 1.72 കോടി രൂപയുടെ ആ പണത്തിന്റെ ഉറവിടം കൃത്യമായിട്ട് കണ്ടെത്തണമെങ്കിൽ അന്വേഷണം വിശദമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഈ സാഹചര്യത്തിൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്തരുത് എന്നുള്ളതായിരുന്നു EDയുടെ വാദം. EDയുടെ വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ചു. നേരത്തെ ഈ ഒരു EDയുടെ അന്വേഷണത്തിനിടയിൽ തന്നെയാണ് വഞ്ചന, അഴിമതി ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുണ്ടെന്നും സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിക്കൊണ്ട് പോലീസ് FIR ഇടണമെന്നുള്ള ഒരു ആവശ്യവും ED ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചത്. അതിൽ പക്ഷേ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള നടപടിയോ ഉത്തരമോ അല്ലെങ്കിൽ മറുപടിയോ ഒന്നും കിട്ടിയിരുന്നില്ല. അത് ഹൈക്കോടതിയിലെ ED വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. CMRL ജീവനക്കാരെ മുൻപ് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഈ പണമിടപാടുകൾ സംബന്ധിച്ച്, അതായത് പലതവണ പണമിടപാടുകളിൽ ചില അവ്യക്തതകൾ ഉണ്ടെന്നും അതുമാത്രമല്ല ഈ ചെലവുകൾ പെരുപ്പിച്ച് കാട്ടുന്ന ഒരു രീതിയാണ് CMRL കമ്പനിക്കെന്നും ED കണ്ടെത്തിയിരുന്നു. അത് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, രാഷ്ട്രീയക്കാർക്കടക്കം പണം നൽകിയിട്ടുണ്ടെന്ന് മുൻപ് ചോദ്യം ചെയ്ത ഘട്ടത്തിൽ CMRL കമ്പനി ജീവനക്കാർ തങ്ങളോട് വെളിപ്പെടുത്തിയതായിട്ടും ED ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ്. എന്തായാലും EDക്ക് അന്വേഷണം തുടരാം, വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. അതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും CMRL ജീവനക്കാരുടെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ED ഈ കേസിൽ അന്വേഷിക്കുന്നത് എക്സലോജിക്ക് കമ്പനി, അതായത് വീണ വിജയന്റെ എക്സലോജിക്ക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയും കരിമണൽ കമ്പനിയായിട്ടുള്ള CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. കള്ളപ്പണ നിരോധന നിയമം പ്രകാരമാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് ED കടന്നത്. എന്തായാലും രണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലും ഹൈക്കോടതി ഇടപെട്ടിട്ടില്ല. EDയുടെ അന്വേഷണം തുടരുന്നതിൽ യാതൊരുവിധ തടസ്സവുമില്ലെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിലപാട്. ഗൗതം. ഓക്കെ.